നിന്ന്, അതായത് ബർമ്മയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ ഉള്ള വിദേശികൾക്ക് റേഷൻ കാർഡും മറ്റ് സംവിധാനങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തി വോട്ട് ബാങ്ക് ആക്കിയാണ് CPM അവിടെ ഭരിച്ചിരുന്നത് എങ്കിൽ ആ CPM-ന്റെ വോട്ട് ബാങ്ക് അതേപടി തട്ടിയെടുത്താണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്നത്. ഏതായാലും ഇത് രാജ്യവിരുദ്ധ ശക്തികൾക്ക് പിന്തുണ കൊടുക്കുന്ന നിലപാടാണ്. അത് CPM ആണെങ്കിലും തൃണമൂൽ ആണെങ്കിലും കൈക്കൊണ്ടത്. എന്നാൽ ദേശീയ തലത്തിലുണ്ടായിരിക്കുന്ന വലിയൊരു ഉണർവ്, ദേശീയതയുടെ ഉണർവ്, പശ്ചിമ ബംഗാളിന്റെ ഹൃദയത്തിൽ ഇന്നും സൂക്ഷിക്കുന്ന വിവേകാനന്ദന്റെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും അതുപോലെ തന്നെയുള്ള മഹിതമായിട്ടുള്ള അനവധി ദേശീയ നേതാക്കന്മാരുടെയും ആ പാരമ്പര്യം ഉറങ്ങുന്ന മണ്ണ് ഉണർന്നെഴുന്നേൽക്കും, അതിനുള്ള ലക്ഷണങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അമിത്ഷാ 35 സീറ്റ് എന്ന് ആത്മവിശ്വാസം